2 ചക്ക. ഇത് നന്നായിട്ട് മൂത്തെടുക്കുക. ഇത് കുറച്ച് ഉപ്പ് കുറവുള്ളതാണ്. ഇതിൻ്റെ കുരു നന്നായിട്ട് ഊരും. ഇത് കുരു കളയാൻ പാടാണ്, ഊരില്ല. രണ്ടും വേവിക്കാനും കുറച്ച് വറുക്കാനുമായിട്ട് എടുക്കുക. മൂത്ത ചക്ക ഇത്രയും വറുക്കാനായിട്ട് അരിഞ്ഞു വെച്ചു. ഇത്രയും ചക്ക ചെറുതായിട്ട് അറ്റമൊക്കെ അരിഞ്ഞ് വേവിക്കാൻ വെച്ചു. ഈ ചക്കയ്ക്കത് കുറച്ച് ഉപ്പും മഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുന്നു. അടുത്ത ദിവസം വറുക്കുകയോ വേവിക്കുകയോ ചെയ്യാം. ചക്കയ്ക്ക് ആവശ്യത്തിന് ഉപ്പിടുന്നു. കുറച്ച് മഞ്ഞളും കൂടെ തിരിഞ്ഞിടും. ഉപ്പും മഞ്ഞിട്ട് ഇളക്കി ഫ്രീസറിലേക്ക് വെക്കുക. പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. അടുത്ത ചക്കയും ഇതുപോലെ വറുക്കാനും പുഴുങ്ങാനുമായിട്ട് അരിഞ്ഞു വെക്കണം. നമ്മുടെ ചക്കയും കുറച്ച് വറുക്കാനും ബാക്കി വേവിക്കാനും എടുത്തു. 2 ചക്കയും കുറച്ച് ഇത് വേവിക്കാം. ഇത് ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ചക്ക വേവിക്കാൻ ആവശ്യത്തിന് ഒരു മഗ് വെള്ളം എടുത്ത് അതിലേക്ക് ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പിട്ടു. ഇത് ഇളക്കിയിട്ട് ചക്കയിലൊഴിച്ച് വേവിക്കാം. അടുപ്പത്ത് വെച്ച് ചക്ക വേവിച്ചതിനകത്ത് ചേർക്കാനുള്ള തേങ്ങ, ഉള്ളി, മുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഒതുക്കിയെടുക്കുന്നു. കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ചേർത്ത് ചക്കയ്ക്ക് ചേർക്കാനുള്ള അരപ്പ് ഒതുക്കി വെച്ച് കുറച്ച് വെള്ളം കൂടെ ചക്കയ്ക്കകത്ത് വെച്ചിട്ട് വേവിക്കാൻ വെക്കുന്നു. ചക്കയുടെ ആവി മുകളിൽ വന്നു വെള്ളം പറ്റുക നോക്കിയിട്ട് അരപ്പില്ല. ചക്ക ഇളക്കിയിട്ട് വെള്ളം പറ്റി തുടങ്ങി. ഇപ്പോൾ അരപ്പിട്ടിട്ട് മൂടി വെച്ച് കഴിക്കും. അരപ്പിട്ടു കുറച്ച് വെള്ളം പറ്റിച്ചെടുക്കുന്നു. അരപ്പിട്ടതിന് ശേഷം അപ്പോൾ മുകളിലായി വന്നു വെള്ളം പറ്റിയെങ്കിൽ ഇളക്കിയെടുക്കുക. ചക്കയുടെ വെള്ളം വറ്റി ഇളക്കി ചക്ക വേവിച്ച് റെഡി. ചക്ക വേവിച്ചതിൻ്റെ കൂടെ ചിക്കനും മീൻകറിയോ മുളക് ചമ്മന്തിയോ അച്ചാറോ ഏത് വേണമെങ്കിലും കൂട്ടാം. ഇപ്പോൾ ചക്കയും ചിക്കനും. മീൻ കറി വെക്കാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില. കിളിമീനാണ് അത് കറി വെക്കുക. ഈ വാഴയ്ക്കയും കോവയ്ക്കയും കൂടെ തോരൻ വെക്കുക. മീൻ കറി വെക്കാനായിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് തേങ്ങ, ഇതൊക്കെ കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും. ബാക്കി തേങ്ങ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കും. മീനുള്ള അരപ്പ് റെഡിയാക്കി ഉള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റിയിട്ട് മീനിട്ട് കറി. കോവയ്ക്കയും വാഴയ്ക്കയും അരിഞ്ഞ് വെള്ളത്തിലിട്ടു. ഇത് വാഴയെടുത്തിട്ട് തോരൻ വെക്കാം. തോരൻ ചേർക്കാനുള്ള ഉള്ളി മുളകൊക്കെ. കുറച്ച് കുടംപുളി, കാഞ്ച് മീൻ ചേർക്കാനുള്ള കുടംപുളി കഴുകിയെടുത്തു. കറിയൊക്കെ എണ്ണ ചൂടായി
അതിലേക്ക് കുറച്ച് കടുകിടണം. കടുകിനൊപ്പം കുറച്ച് ഉലുവ ചേർക്കണം. പൊട്ടി ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞതിലേക്ക് പുളി ഇടണം. മീനുകളെ ഇട്ട് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പുളിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിക്കണം. ഉപ്പും വെള്ളവും പുളി ഇട്ടിട്ട് മീൻ തിളപ്പിക്കാൻ വയ്ക്കും. മീൻ തിളച്ച് കഴിയുമ്പോൾ വെച്ചിരിക്കുന്ന അരപ്പെടുത്തിട്ടിട്ട് വേവിക്കാം. മീൻ തിളച്ചു. പിന്നെ അരപ്പ് ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ഇത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നു. കിളിമീൻ കറിയാക്കാനായിട്ട് 10 മിനിറ്റ് തിളപ്പിച്ച് കറിയാക്കാം. അരപ്പും വെള്ളമൊക്കെ ചേർത്ത് തിളച്ച് കഴിഞ്ഞു. ഉപ്പും പൊടിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ഇത് ചെറുതീയിൽ മൂടി വെച്ച് കഴിക്കും. അരപ്പ് ചേർത്തിട്ട് മീൻ തിളച്ചു. ഉള്ളി മുളകൊക്കെ അരിഞ്ഞു. ചോറിനുള്ള ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ചെറുതുള്ളി വേവിക്കുന്നു. വാഴക്കേക്കും കുഴയ്ക്കും വെള്ളം വേകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കും. ഇതൊന്നെടുത്ത് ചുറ്റിച്ച് ചട്ടിയോടെ ചുറ്റിച്ചു. വാഴയ്ക്ക കുഴയ്ക്ക വെള്ളം വറ്റി തേങ്ങയിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇടണം. തേങ്ങയിട്ട് ഇളക്കി പിന്നെ വാഴയ്ക്ക മിക്സഡ് തോരൻ റെഡിയായി. റൈസിന് കറിയായിട്ട് കൂട്ടാൻ തോരൻ കറി. തോരൻ കറി മീൻ കറി റെഡിയായി. ചോറിന് കൂട്ടാം. ചക്കയ്ക്ക് കറിയായിട്ട് ചക്കയ്ക്ക് കൂട്ടാൻ മീൻ കറി.